ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബി.ജെ.പി. സർക്കാർ സമീപകാലത്ത് കൊണ്ടുവന്ന ആയുധമാണ് ബുൾഡോസറുകൾ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തിൽ പങ്കെടുത്തവരുടെ വീടുകൾ തകർത്തും സ്വത്തുകൾ കണ്ടുകെട്ടിയും യു.പി. സർക്കാരാണ് ഈ രാജ്യത്ത് ബുൾഡോസർ രാജ് പകർച്ചവ്യാധിയാക്കി മാറ്റിയത്. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ രാജിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. ഒരാൾ കുറ്റാരോപിതനാണെങ്കിലോ അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ തന്നെയോ എന്തടിസ്ഥാനത്തിലാണ് അയാളുടെ വീട് പൊളിക്കുന്നതെന്ന ചോദ്യമാണ് ജസ്റ്റിസുമാരായ ബി.ആർ. ഗവായ്, കെ.വി. വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ച് ഉന്നയിച്ചിരിക്കുന്നത്. കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചതാണെങ്കിൽ മാത്രം നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ച് ഇത്തരം നടപടികളിലേക്ക് കടക്കാം. ഇതുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുയരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണമെന്നും ബെഞ്ച് അറിയിച്ചിരിക്കുന്നു. നിയമം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടമാണെങ്കിൽ പൊളിക്കുന്നത് എങ്ങനെയെന്നും കോടതി വിശദമാക്കിയിട്ടുണ്ട്. ആദ്യം നോട്ടീസ് അയക്കണം, തുടർന്ന് വിശദീകരണം നൽകാനുള്ള സമയം അനുവദിക്കണം, നിയമപരിഹാരങ്ങൾ കാണാനുള്ള അവസരമുണ്ടാകണം. ഇതിനുശേഷം മാത്രമേ കെട്ടിടം പൊളിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകാവൂ. ബുൾഡോസർ രാജിനെതിരായ മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ഹർജിക്കാരോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം സമാഹരിച്ച് കോടതിയിൽ സമർപ്പിക്കാൻ മുതിർന്ന അഭിഭാഷകൻ നചികേത ജോഷിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വീട് പൊളിക്കപ്പെട്ടവർ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ചാണ് സുപ്രീം കോടതി സുപ്രധാനമായ ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി നടപടി സർക്കാർ നടത്തുന്ന നിയമവിരുദ്ധ പൊളിക്കലിനെതിരായി പൊരുതുന്ന നിരവധി പേർക്ക് ആശ്വാസം പകരുന്നതാണ്. ഡൽഹി ജഹാംഗീർപൂരിലെ പൊളിക്കൽ സുപ്രീം കോടതി തടഞ്ഞതിനോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ബുൾഡോസർ രാജിനെതിരായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 പരാതികൾ ബുൾഡോസർ രാജിനെതിരെ സമർപ്പിച്ച ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതോടെയാണ് കേസ് സുപ്രീം കോടതി പരിഗണിക്കാൻ തീരുമാനിച്ചത്. രാജസ്ഥാൻ കേസിൽ വീട്ടുടമസ്ഥന്റെ മകൻ ചെയ്ത കുറ്റത്തിനാണ് വീട് തകർത്തത്. മധ്യപ്രദേശിൽ കുടുംബ തർക്കത്തെ തുടർന്നായിരുന്നു ബുൾഡോസർ നടപടി. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബി.ജെ.പി. സർക്കാർ സമീപകാലത്ത് കൊണ്ടുവന്ന ആയുധമാണ് ബുൾഡോസറുകൾ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തിൽ പങ്കെടുത്തവരുടെ വീടുകൾ തകർത്തും സ്വത്തുകൾ കണ്ടുകെട്ടിയും യു.പി. സർക്കാരാണ് ഈ രാജ്യത്ത് ബുൾഡോസർ രാജ് പകർച്ചവ്യാധിയാക്കി മാറ്റിയത്. ഉത്തർപ്രദേശ് ഗുണ്ടാ സംഘങ്ങൾ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം 15,000 കേസുകൾ രജിസ്റ്റർ ചെയ്ത് യോഗി സർക്കാർ കേസിലെ പ്രതികളുടെ എല്ലാം വീടുകൾ തകർത്തു. യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തിയ ആദ്യത്തെ 5 വർഷത്തിനുള്ളിലായിരുന്നു ഈ സംഭവങ്ങൾ നടന്നത്. എതിർക്കുന്നവരുടെ വീടുകൾ താൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ തുടച്ചു നീക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് യോഗി നൽകിയ വാഗ്ദാനം. ഈ വർഷം ജൂണിൽ ബറോലിയിലും മുറാദാബാദിലുമായി 2 കേസുകളിലെ 6 പ്രതികളുടെ വീടുകൾ തകർത്തു. യു.പിക്ക് പിന്നാലെ ബുൾഡോസർ രാജ് സമാനമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശും ഹരിയാനയും അസമുമാണ്. അനധികൃതമായി മാംസം വാങ്ങിയെന്നാരോപിച്ച് കഴിഞ്ഞ വർഷം ഡിസംബർ 14-ന് 10 മാംസക്കടകളാണ് ഭോപ്പാലിൽ പൊളിച്ചു കളഞ്ഞത്. അന്നേ ദിവസം തന്നെ ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിച്ചുവെന്ന കേസിൽ ആരോപിതരായ 3 പേരുടെ വീടുകളും തകർത്തു. റെഫ്രിജറേറ്ററിൽ ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് മധ്യപ്രദേശിലെ മാണ്ഡ്ല ജില്ലയിലെ ബൈൻസ്വാഹി ഗ്രാമത്തിൽ 11 വീടുകൾ സർക്കാർ പൊളിച്ചു നീക്കി. ഹരിയാനയിലെ സൂഹിൽ വർഗീയ കലാപത്തിൽ പിന്നാലെ മുസ്ലിങ്ങളുടെ 250-ലധികം വീടുകളും കെട്ടിടങ്ങളുമാണ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചാണ് ഈ പൊളിച്ചു നീക്കലുകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആക്രമണോത്സുക ഹിന്ദുത്വത്തിന്റെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ കയ്യേറ്റമൊഴിപ്പിക്കൽ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സംഘപരിവാർ ഭരണകൂടത്തിന്റെ അസഹിഷ്ണുതയാണ് രാജ്യത്തെ പൊളിച്ച നീക്കലുകളിൽ കാണാനാവുന്നത്. 2011-ലെ സെൻസസ് പ്രകാരം 1.77 മില്യൺ ആളുകളാണ് ഇന്ത്യയിൽ വീടില്ലാത്തവർ. പുതിയ കണക്കുകളെടുത്താൽ ഇത് കൂടുതൽ വരും. ഇതിലേക്കാണ് കൂടുതൽ പേരെ ഭവനരഹിതരാക്കുന്ന ബുൾഡോസർ രാജ് സർക്കാർ തന്നെ നടത്തുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള പദ്ധതികൾ ഭവനരഹിതരെ മുന്നിൽ കണ്ടുള്ളതാണ്. ഒരു വിഭാഗത്തിന്റെ വീടുകൾ സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് പ്രധാനമന്ത്രി ആവാസ് യോജനയെക്കുറിച്ച് സർക്കാർ വാചാലരാകുന്നത്. രാജ്യത്തെ ഒരു വിഭാഗത്തിന്റെ മാത്രം വീടുകൾ തെരഞ്ഞുപിടിച്ച് തകർക്കുന്നതിലൂടെ ബി.ജെ.പി. സർക്കാരുകൾക്ക് ഭീതി സൃഷ്ടിക്കാൻ മാത്രമല്ല ആ വിഭാഗത്തെ തെരുവിൽ യാചകരാക്കി മാറ്റാനും കഴിയുന്നു. ഡൽഹിയിൽ ജഹാംഗീർപുരി മാതൃകയിൽ വീടുകൾ തകർക്കുന്നത് തുടർന്നാൽ 60 ലക്ഷം പേരാണ് ഭവനരഹിതരാകുകയെന്ന് ചൂണ്ടിക്കാട്ടിയത് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയാണ്. അത്രമാത്രം ആളുകളാണ് ഡൽഹിയിൽ അനധികൃത കോളനികളിൽ കഴിയുന്നത്. അതിനിടെ സ്വാഭാവിക നീതിക്ക് വിപരീതമായി പ്രാദേശിക ഭരണകൂടങ്ങൾ വീടുകൾ പൊളിച്ചു നീക്കുന്നുവെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ഉജ്ജയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ
വീടുകൾ തകർത്ത 2 പേർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തെങ്കിലും അതൊന്നും സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിച്ചില്ല. സംസ്ഥാനത്ത് വീടുകൾ പൊളിച്ചു നീക്കുക എന്നത് ഒരു ഫാഷനായി മാറിയെന്നും കോടതി പറഞ്ഞിരുന്നു. ഒടുവിൽ ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുകയാണ്. ഈ അന്യായം അവസാനിപ്പിച്ചേ മതിയാകൂ. സ്വതന്ത്ര സ്ഥാപനങ്ങളും ജുഡീഷ്യറിയുമുള്ള ഒരു രാജ്യത്ത് ബുൾഡോസർ നീതിക്ക് സ്ഥാനമില്ല. രാജ്യത്ത് വ്യക്തമായ നിയമവ്യവസ്ഥയുണ്ട്. കുറ്റം ചെയ്തെന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ പോലും അയാളുടെ വീട് പൊളിക്കാൻ സർക്കാരിന് അവകാശമില്ല. നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിരക്കാത്തതൊന്നും എവിടെയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനും കോടതിയടക്കം എല്ലാവർക്കുമുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.